അയ്യേ, ഇതൊക്കെ ആരെങ്കിലും ആനിവേഴ്സറി ഗിഫ്റ്റ് കൊടുക്കൂ? ഞാനായിരുന്നു പ്രിയ കല്യാണം കഴിച്ചിരുന്നെങ്കിലുണ്ടല്ലോ. പ്രിയയോ? അല്ല, ഇഷേ, പ്രിയപ്പെട്ട ഇഷേ കല്യാണം കഴിച്ചിരുന്നെങ്കിലുണ്ടല്ലോ. കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇതേപോലത്തെ ഡിസ്കമ്പി പ്രതിമയൊന്നുമല്ല, നല്ല ഉഗ്രം ഗിഫ്റ്റ് ചെയ്യാൻ തന്നെ. ഒരു മാറ്റവും ഇല്ലല്ലോ ഇപ്പോഴും. അത് വിട്, നീ എന്താ കല്യാണം കഴിക്കാഞ്ഞ്? അതല്ലേ, നീ പോയതിനു ശേഷം നിന്നെ പോലെ നല്ലൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ കിട്ടണ്ടേ? എന്തോ, നീ എന്നെ പ്രേമിച്ചോണ്ടിരുന്ന കാലം മുതൽ അറ്റ് ദി ടൈം നിനക്ക് എത്ര ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഹലോ ഹലോ എടി, ഒരു മിനിറ്റ്, കേൾക്കുന്നുണ്ടോ? ഇപ്പോഴും ഓർമ്മയുണ്ടത്ര. ഹലോ, എവിടെയാ? ഞാൻ അവന്റെ ഫ്ലാറ്റില്. സോ ഫാസ്റ്റ്. നിന്റെ കാട്ടുകോഴി എന്ത് പറയുന്നു? കൊത്തി തുടങ്ങിയോ? അളിയനൊന്ന് എറിഞ്ഞ് നോക്കി വല്ല നടക്കുമെന്നറിയാൻ, ഇൻഡയറക്ട്ലി. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? നടക്കില്ല എന്ന് പറഞ്ഞു, അല്ലാണ്ടെന്ന് പറയാൻ. നടക്കൂലെന്ന് പറഞ്ഞാ നടക്കും. ആണ് ഫീമെയിൽ സൈക്കോളജി. ആയിരുന്നല്ലോ. എന്താടാ? അതെ, ഒരു 5 മിനിറ്റ് ഇവിടെ തന്നെ ഇരിക്കും. ഞാനിപ്പോ ഒരു അർജന്റായിട്ടൊരു സാധനം മേടിക്കാണ്ട്. അപ്പൊ നമുക്ക് പോകണ്ടേ സാം? ഇവിടെ ഇരിക്കിവിടെ. ഇപ്പൊ ഒരു 5 മിനിറ്റ് പോരാ. ഒരേപോലത്തെ 2 ലാപ്ടോപ്പ് എല്ലാവർക്കും മാറിപ്പോ. പിന്നെ എല്ലാരും പണിതല്ലേ, നീ മിണ്ടായി ഇത് പിടിച്ചേ. ഇതെവിടെ ഉണ്ടോ നോക്കി, അവിടെ നോക്കണേ. ഇവിടെ ഒന്നും ഇല്ലടാ. കിട്ടിടാടാ. എവിടെ? ദേ അവിടെ റൂമിലുണ്ടായി. നീ വേഗം നോക്കി. ഒന്നാമത് സമയമില്ല. പ്രേമേട്ടാവൻ പുറത്തിറങ്ങിയ അപ്പം പൊക്കിക്കോണം. അനിയനാന്ന് പറഞ്ഞ് നേരെ അങ്ങ് ചെന്നാലേ അവൻ വിശ്വസിക്കൂ. അതിന് അവന്റെ സമ്മതമായിട്ട് ചോദിക്കുന്നു. നിങ്ങൾ അവനെ പൊക്കിയെടുത്ത് അച്ഛന്റെ മുമ്പിൽ ഇട്ട് കൊടുക്ക്. ബാക്കി അച്ഛൻ തീരുമാനിക്കട്ടെ ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലോ. ശരിയാന്നേൽ നീ മുത്താണ്. ഈ ഭവിഷ്യേട്ടൻ നിനക്ക് ചങ്ക് പറിച്ചു തരും. ഇനി ശരിയല്ലെങ്കിൽ നിന്റെ നട്ടല്ലേ ഊരും. എന്ന് പിടിച്ചേ. മൊത്തത്തിലൊരു കണക്ഷൻ കിട്ടുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഇന്നലെ നമ്മുടെ ഫ്ലാറ്റിൽ കയറി തല്ലാൻ വന്നവരാരാ? അതിപ്പോൾ എന്താ ആലോചിക്കാൻ? രാവിലെ ഹോസ്പിറ്റൽ വിളിച്ചല്ലേ. നമ്മളെ കൊണ്ട് കൊള്ളാത്തോണ്ട് പുള്ളി വേറെ ആളിറക്കിയിട്ടുണ്ടാവും. ഇതിനൊരു തീരുമാനമാവുന്ന വരെ ജോസേന്റെ കൊണ്ടുള്ള നമ്മൾ അവനെ പ്രൊട്ടക്ട് ചെയ്യണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എന്റെ മൂക്കടിച്ച് വിളിച്ച ആർക്കും ഒരു കുഴപ്പമില്ല അല്ലേ? ഓ, ആയാലും വലിയ കാര്യമൊന്നുമില്ല. ചേട്ടാ, ഇത് നിങ്ങളുടെ കുടുംബ പ്രശ്നമായി പോയി, അതുകൊണ്ട് ഞാൻ വിട്ട്. ഫസ്റ്റ് നമുക്ക് ചെറുക്കൻ അച്ഛൻ്റെ അടുത്ത് എത്തിക്കാം, ബാക്കിയൊക്കെ പിന്നെ. നീ ഫോർത്ത്. ഹലോ, മസ്തം ഭായി, ആ തെണ്ടിനോട് ഒതന്റിക്കേറ്റ് ചെയ്യാൻ പറ. ആയോ? ആയി. എടാ, നീ ആ മോളത്തെ ഫോട്ടോ എടുക്കും. ഭയവനെ വിടരുത് കേട്ടാ. നമ്മുടെ ഫ്ലാറ്റിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത് അതുകൊണ്ട് ഇവിടെ വന്നു. ഇവ എന്നതിനാണ് വേഷം മാറി നമ്മളുണ്ടാ തിരിച്ചറിയാണ്ടിരിക്കാൻ വേഷം മാറി ഓടാട്ടാ. പോയി പിടിക്കടാ. വണ്ടി എടുത്തോട്ടാ. അത് ഇന്ന് ഞാൻ പിടിക്കും 2 എണ്ണത്തിന്. നീ അന്ന് ഫോട്ടോ എടുത്തേ. സാറാ, ഉഷോ, ഇങ്ങനെ അജീവ, നീ എവിടെയാ? എന്താണോ
നീ എന്തൊക്കെയായി പറയുന്നേ? പിന്നെ ഇത് ക്രിപ്റ്റോ കറൻസി ആണല്ലോ, അതിനൊരു പാസ്വേഡ് വേണം. ആ പാസ്വേഡ് ആണ് നമ്മുടെ സതീഷിന്റെ ഫോണിലുണ്ടായിരുന്നത്. ആ ഫോണാണെങ്കിൽ അവനറിയാണ്ട് ഞങ്ങൾ രണ്ടുപേരും ലാപ്ടോപ്പ് മാറിപ്പോയി. ആ ഒരു പാസ്വേഡ് ഫോട്ടോ കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. ആ ഹലോ ജീവ, നീ വരുവോ? ആ ഞാൻ വരും. പിന്നെ, ഇല്ല ഇത് നിനക്കറിയാലോ ആ കാര്യം ഇത് തീർന്നു, ഇപ്പൊ തീർന്നു. ഇല്ല ഞാൻ ഇറങ്ങി. ആ ആരാ? മസ്താമ്പാൻ. ഈ മസ്താമ്പാന്റെ കാര്യമില്ല ഞാൻ ഇത്ര നേരമായിട്ട് പറഞ്ഞോണ്ടിരുന്നത്. അല്ല അതവൻ വിളിച്ച. ഇല്ല ദേ ഇറങ്ങാ, അവനെ വിളിച്ച. എന്തായാലും അവൻ വരുന്നത് കൊണ്ടല്ലേ ഞാൻ അങ്ങനെ വരുള്ളൂ. അതുകൊണ്ട് വരുമല്ലോ അല്ലേ? ഉറപ്പല്ലേ? ഹലോ ജീവ, ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ? ഹലോ ജീവ, ഹലോ. ജീവ பப்பன் இன்னும் ஒருத்தன் உங்க கூட இருக்கான்ல? சாம். அவன் எங்க? അവൻ പുറത്തുപോയി, ഇപ്പൊ വരും. டேய் கீழே போய். பசங்க ஏற்கனவே பயத்தில் இருக்காங்க. என்ன நான் யாருன்னு தானே? അവൻ കാത്തിരിക്കുക. പാസ്വേഡ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ഉടനെ അവൻ പുറത്തു വരും. വിക്ടർ ആന്റോണിയോ. വിക്ടർ ആന്റോണിയോ. அப்போ எனக்கு என்ன வேணும்னு உங்களுக்கு தெரியும். सर, पासवर्ड इसमें नहीं है. പിടിച്ചു നിൽക്കാൻ പറ്റില്ല അവൻ്റെ മുന്നിൽ. നമ്മുടെ കയ്യിലുള്ള പാസ്വേഡ് കിട്ടുന്നത് വരെ അവൻ നമ്മളെ ഒന്നും ചെയ്യില്ല. കിട്ടുന്നത് വരെ മാത്രം. ലാപ്ടോപ്പിലുള്ള പാസ്വേഡ് ഡിലീറ്റ് ചെയ്ത് കിട്ടാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റണം. இங்க பார், நீங்க இந்த விளையாட்டில் தெரியாம மாட்டிருக்கீங்க, எனக்கு தெரியும். எனக்கு தேவை நீங்க சொன்னா என்னால உங்களுக்கு ஒரு பிரச்சனையும் வராது. പാസ്വേഡ് എങ്ക? പാസ്വേഡ് എൻ്റെ സാമിൻ്റെ പാസ്വേഡ് സാമിൻ്റെ അല്ല. സാം എങ്ക? മുട്ടയിപ്പം എന്തെങ്കിലും താട്ടെ, ഇല്ലെങ്കിൽ ഉണ്ണിയപ്പം. അയ്യോ നിങ്ങളപ്പോ ഒന്നും പാസ്വേഡ് കയ്യിലുള്ള സാം. എടാ സാമേ, അവരെല്ലാം അറിഞ്ഞടാ. ഹായ് സാം. ചേട്ടാ, ഒരു അബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്കണം. அது எனக்கு கொடு. ഏത് உன்னோட அது எனக்கு முக்கியம். തമിഴ്? இதுக்கு மேல இன்னும் என்னால வெயிட் பண்ண முடியாது. கொடு. അണ്ണ, ഒരു ഭർത്താവ് നിലയിൽ അണ്ണൻ്റെ വികാരം എനിക്ക് പുരിയും. പക്ഷെ അണ്ണൻ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ അവസ്ഥയിലെത്താൻ കാരണം അണ്ണൻ്റെ പിടിപ്പ് കേടല്ലേ? ആമാ. கொடு. എവിടെ നിർത്തിട്ട് കൊടുക്കാനാ? തോക്കിലിടാനോ?
ഇഞ്ചി. രേഷ്മ बट कुछ तो कमी है शायद वो എന്തുപറ്റി സാർ ടെമ്പോ ഓക്കെ അല്ലേ? ടെമ്പോ അല്ല. അത് പിന്നെ ഞാനൊരു പരിപാടിയായിട്ട് വരുമ്പം അതിലൊരു സുരേഷ് ഖാൻ ടച്ച് വേണ്ടേ? സാർ ഈഡിയം ഇടിയം. വാ, விளையாட்டு முடிஞ்சது. எங்க பாஸ்வேர்டு எங்க? സാർ ഞാൻ പറയാം എവിടെയാന്ന്. പാസ്വേഡ് സാറിൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. എന്ത് പറയാം. மீதி எங்க? മീതി எங்க? ഇതിനിപ്പോ ആരാ? ചിലപ്പോ ഹൗസ് ഓണർ ആയിരിക്കും വാടകയ്ക്ക്. ம் ഇവിടാണ് അടുത്ത എൻട്രി. 1 2 3 ഗോ. ഓ അപ്പൊ 3 പേരുണ്ടല്ലേ? കൊള്ളാം. ഓ ഡോട്ടഡ്. അച്ഛാ ഹേ. ആഹാ, ഇവിടെ ഉണ്ടോ ആള്? ये कौन है? ഇവൻ്റെ ഫ്രണ്ടാണ് സാർ. സാർ ഓ 4 പേരുണ്ടല്ലേ? ഫോർ ദ പീപ്പിൾ. അല്ല എവിടെ ആളെവിടെ? ഒരു എനിക്കൊന്ന് ബാത്റൂം യൂസ് ചെയ്യണമായിരുന്നു. ആ സാറേ അകത്ത് ബെഡ്റൂമിലെ ബാത്റൂം യൂസ് ചെയ്യാം. ആ പിന്നെ ഞാൻ ഈ ബാത്റൂം യൂസ് സാർ ചെയ്യാം. അതിൽ ലീക്കാണ്. ആ എനിക്ക് ലീക്കാണ് ഇഷ്ടം. ഓ ലീക്ക് മാത്രമല്ല ലോക്കുമാണല്ലേ? സ്മാർട്ട് ഗേൾ. നീ ആയിട്ട് ഇത് തുറക്കുന്നോ അതോ ഞാൻ ചവിട്ടി പൊളിക്കണോ? ഓപ്പൺ. തുടങ്ങാം. மீதி எங்க? എന്ത് മീതി? എനിക്കറിയാൻ പാടില്ല. என்ன ஹவுஸ் ஓனரா? வாடகை வாங்க.